ലോഗോസ് ക്വിസ് ആരംഭിച്ചപ്പോൾ ഇത്രയും വലുതായി വളരുന്ന പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിന് കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് ലോഗോസ് വളരെ വലുതായി വളർന്നു ആഗോള പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ തുടങ്ങി കേരളത്തിന് പുറത്തോട്ട് വളർന്നു ബോംബെ പോലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം എത്തി, വിദേശങ്ങളിലും എത്തി. അങ്ങനെ ലോഗോസ് ആളുകളെ ആകർഷിക്കുന്ന, ആൾക്ക് വളരെയേറെ നന്മ ചെയ്യുന്ന ഉപകാരപ്രദമായ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൽ ഒത്തിരി പേര് സഹകരിച്ചു. പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. ഈ ജൂബിലി വർഷമാണുള്ളത്. ഇത് ജൂബിലി വർഷം വരെ കഴിഞ്ഞ 25 കൊല്ലം ലോഗോസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ നല്ല ആളുകളെയും ഓർമ്മിക്കുന്നു. ഈ പങ്കെടുക്കുന്ന എല്ലാവരും ഓർമ്മിക്കുന്നു. എല്ലാവരും നല്ലവനായ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോഗോസ് ഇനിയും വളർന്ന് വലുതായി അനേക ആയിരങ്ങളെ, അനേക ലക്ഷങ്ങളെ, ഇപ്പോൾ തന്നെ ലക്ഷങ്ങൾ ഉണ്ട്, ഇനി അനേക ലക്ഷങ്ങളെ, കോടികളെ ഉൾക്കൊള്ളുന്ന ആഗോള പ്രസ്ഥാനമായിട്ട് തീരട്ടെ എന്ന് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയ പ്രേക്ഷകരെ, ലോഗോസ് ക്യൂസ് പ്രതിഭാ മത്സരവേദി 2025 ഏവർക്കും സ്വാഗതം. ABCDEF എന്നീ കാറ്റഗറിയിൽ നിന്ന് 4,70,75,000 പേരാണ് ഈ വർഷം ലോഗോസ് ക്യൂസ് മത്സരത്തിൽ പങ്കെടുത്തത്. ഓരോ കാറ്റഗറിയിൽ നിന്നും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മത്സരാർത്ഥികളാണ് ഇന്ന് ഇവിടെ ലോഗോസ് ക്യൂസ് പ്രതിഭാ മത്സരത്തിൽ പങ്കെടുക്കാനായി കടന്നു വന്നിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഒത്തിരി സന്തോഷത്തോടെ നമ്മുടെ മത്സരാർത്ഥികളെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. 68,859 പേർ മത്സരിച്ച കാറ്റഗറി എയിൽ നിന്നും 1ാം സ്ഥാനം കരസ്ഥമാക്കി കടന്നു വരുന്നത് പാലക്കാട് രൂപതയിൽ നിന്നുള്ള ജൊഹാൻ എൻ ബിനോയ്. ജൊഹാൻ ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എ ഗ്രൂപ്പിൽ കഴിഞ്ഞ വർഷം 2nd പ്രൈസ് നേടിയ മത്സരാർത്ഥിയാണ്. ആദ്യമായിട്ടാണ് പ്രതിഭാ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജൊഹാനൻ ബിനോയ്. ഞാൻ പാലക്കാട് രൂപതയിലെ തച്ചമ്പാറ പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ കാറ്റഗറിയിൽ ഞാൻ 2nd മേടിച്ചിരുന്നു. ഈ തവണയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് മേടിച്ചിട്ട് പ്രതിഭയിൽ മത്സരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 1,86,458 പേർ പങ്കെടുത്ത കാറ്റഗറി ബിയിൽ നിന്നും 1ാം സ്ഥാനം കരസ്ഥമാക്കി കടന്നു വരുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ജാൻവി ആൻഡ് ജോസി. നല്ലൊരു കയ്യടിയോടുകൂടെ തന്നെ ഈ ഒരു മത്സരാർത്ഥിയെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജാൻവി 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ വർഷം കാറ്റഗറി ബിയിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി ഇത്തവണ ആദ്യമായിട്ടാണ് പ്രതിഭാ മത്സര വേദിയിലേക്ക് കടന്നു വരുന്നത്. നല്ലൊരു കയ്യടിയോടുകൂടെ തന്നെ നമുക്ക് ജാൻവിയെ ഈ ഒരു മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യാം. എൻ്റെ പേര് ജാൻവി ആൻഡ് ജോസി. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചെത്തിപ്പുഴ തിരുഹൃദയ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ സെൻറ് ആൻസ് GHS ചങ്ങനാശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ആദ്യമായാണ് ലോഗോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് മത്സരിക്കുന്നത്. ബി കാറ്റഗറിയിൽ നിന്നും വിജയിച്ചാണ് ഞാൻ ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 80,650 പേർ മത്സരിച്ച കാറ്റഗറി സിയിൽ നിന്നും 1ാം സ്ഥാനം കരസ്ഥമാക്കി കടന്നു വരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത അംഗം നിഫി ജി പോളാണ്. നല്ലൊരു കയ്യടിയോടുകൂടെ തന്നെ നമുക്ക് നിഫിയെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിഫി ഇതാദ്യമായിട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് പ്രതിഭാ മത്സര വേദിയിലേക്ക് കടന്നു വരുന്നത്. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നിഫി ഒരിക്കൽ കൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
എൻ്റെ പേര് നിഫി ജി പോൾ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ച് കാക്കനാട് നിന്ന് വരുന്നു. ഞാൻ സി കാറ്റഗറിയിൽ ചാമ്പ്യനായിട്ട് ഈ പ്രാവശ്യം ലോഗോസ് പ്രതിഭ 2025 മത്സരത്തിന് പങ്കെടുക്കാനിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷം സി കാറ്റഗറിയിൽ അതിരൂപത തലത്തിൽ 4th റാങ്ക് വാങ്ങിച്ചിരുന്നു. എൻ്റെ ഫാമിലിയിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് 2 കുട്ടികളുണ്ട്. മൂത്ത ആൾ 5 വയസ്സ് LKG പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ 1 വയസ്സാകുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 67,210 പേർ പങ്കെടുത്ത കാറ്റഗറി ഡിയിൽ നിന്നും കടന്നു വരുന്നത് മൂവാറ്റുപുഴ രൂപതയിലെ ഷിബു തോമസ് ആണ്. നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹം കഴിഞ്ഞ 3 വർഷങ്ങളിലായി ലോഗോസ് ക്യൂസ് പരീക്ഷ എഴുതുന്നുണ്ട്. ഈ 3 വർഷവും അദ്ദേഹം ഫൈനലിൽ എത്തുകയും ഈ ഒരു പ്രതിഭാ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരി അഭിമാനമുള്ള ഒരു നിമിഷമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. ഒരിക്കൽ കൂടെ നല്ലൊരു കയ്യടിയോടുകൂടെ തന്നെ അദ്ദേഹത്തെ ഈ ഒരു മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഷിബു തോമസ്. ഞാൻ മൂവാറ്റുപുഴ രൂപതയിലെ കൊണ്ടാഴി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ ലോഗോസ് ക്വിസിൻ്റെ ഡി ഗ്രൂപ്പിൽ നിന്ന് പ്രതിഭാ റൗണ്ടിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയിരിക്കുകയാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പ്രതിഭാ റൗണ്ടിൽ മത്സരിക്കുന്നത്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 34,427 പേർ പങ്കെടുത്ത കാറ്റഗറി ഇയിൽ നിന്നും 1ാം സ്ഥാനം കരസ്ഥമാക്കി ഈ ഒരു വേദിയിലേക്ക് കടന്നു വരുന്നത് ഷെർമി കർമു ആണ്. കോട്ടപ്പുറം രൂപതാംഗമായ ഷെർമിയെ നല്ലൊരു കയ്യടിയോടുകൂടെ തന്നെ ഈ ഒരു വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. 20 തവണയിലധികം ലോഗോസ് ക്യൂസ് പരീക്ഷ എഴുതിയിട്ടുള്ള ഷെർമി ആദ്യമായിട്ടാണ് പ്രതിഭാ മത്സര വേദിയിലേക്ക് കടന്നു വരുന്നത്. ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഷർമി കാർമു. ഞാൻ കോട്ടപ്പുറം രൂപതയിൽ നിന്ന് സെയിൻറ്റ് ഫ്രാൻസിസ് സേവർ ചർച്ച് സമ്പാളൂരാണ്. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഗ്രാൻഡ് ഫിനാലിലേക്ക് വരുന്നത്. ഈ കാറ്റഗറിയിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത്. പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദൈവാനുഗ്രഹം ലഭിച്ചത്. എല്ലാവരും ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും അതുപോലെ എനിക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. താങ്ക് യു. 11,232 പേർ പങ്കെടുത്ത കാറ്റഗറി എഫിൽ നിന്നും കടന്നു വരുന്നത് തൃശൂർ അതിരൂപത അംഗമായ ആനി ജോർജ് ആണ്. നിറഞ്ഞ കയ്യടിയോടുകൂടെ തന്നെ ആനി ജോർജിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആനി ജോർജ് 2017 മുതൽ ലോഗോസ് ക്യൂസ് എഴുതുന്നൊരു വ്യക്തിയാണ്. ആനി ജോർജ് കഴിഞ്ഞ 8 തവണയിലായി പ്രതിഭാ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഒരിക്കൽ കൂടെ നിറഞ്ഞ കയ്യടികളോടുകൂടെ ആനി ജോർജിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആനി ജോർജ്, തൃശ്ശൂർ അതിരൂപത പറപ്പൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എഫ് കാറ്റഗറിയിലാണ്. 8ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ മെഗാ ഫൈനലിൽ വരുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോഗോസ് ക്യൂസ് പ്രതിഭാ മത്സരത്തിന്റെ 6 മത്സരാർത്ഥികളും ഇപ്പോൾ ഈ വേദിയിൽ റെഡിയാണ്. ഒത്തിരി സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ തന്നെയാണ് അവർ ഈ ഒരു മത്സരത്തെ നോക്കിക്കാണുന്നത്. അധികം വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ ക്യൂസ് മാസ്റ്ററിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലോഗോസ് എഴുത്തു പരീക്ഷ കഴിഞ്ഞ് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് 8 റൗണ്ടുകളിലായി തയ്യാറാക്കിയിരിക്കുന്ന മത്സരമാണ്. ഇത് നമുക്കായി തയ്യാറാക്കി കടന്നു വരുന്നത് നമ്മുടെ ക്യൂസ് മാസ്റ്റർ മേഴ്സിഡേറിയൻ അച്ഛന്മാരുടെ ഡെലിഗേറ്റ് സുപ്പീരിയർ ആയ റെവറൻഡ് ഫാദർ ഡോക്ടർ മാർട്ടിൻ ആന്റണി ഓതമാണ്. KRLCBC തിയോളജി കമ്മീഷൻ സെക്രട്ടറി കൂടിയായ നമ്മുടെ ക്യൂസ് മാസ്റ്ററിനെ സ്നേഹാദരങ്ങളോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. റെവറൻഡ് ഡോക്ടർ മാർട്ടിൻ ആന്റണി. ലോഗോസ് 2025
വാട്ട് ആൻ ഓസം മൊമെന്റ്. വീണ്ടും ഇവിടെ നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. പരിചിതമായ മുഖങ്ങളാണ് ഇവിടെ ഉള്ളത്. ഷിബു തോമസ് നമ്മൾ നേരത്തെ കണ്ടതാണ്, 2 വർഷമായി നമ്മൾ കാണുന്നു. ആനി ജോർജിനെയും വീണ്ടും ഇവിടെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെയുള്ളത് പുതുമുഖങ്ങളാ. ഷെർമി കാർമു, ജാൻവി ആൻഡ് ജോസി, ജോഹാൻ ബിനോയ്, നിഫി ജി പോൾ. നല്ലപോലെ ഒരുങ്ങി വന്നിരിക്കുന്നവരാണ് കേട്ടോ ഇവർ. വചനത്തെ ആഴമായി പഠിക്കുകയും അതിനെ ഒരു തപസ്സാക്കി മാറ്റുകയും ചെയ്തവരാ. ബിബ്ലിക്കത്തിലെ പ്രശസ്തനായ ബൈബിൾ പണ്ഡിതനാണ് അലൻസോ ഷക്കൽ. അദ്ദേഹം ബൈബിൾ പഠിക്കുന്നവരോടും വായിക്കുന്നവരോടും പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഒന്നാമത്തേത്, ബൈബിൾ വാസ് നോട്ട് റിട്ടൺ ഫോർ സ്കോളേഴ്സ്, ഇറ്റ് വാസ് റിട്ടൺ ഫോർ ഓർഡിനറി പീപ്പിൾ. സ്കോളേഴ്സിന് വേണ്ടിയല്ല ബൈബിൾ എഴുതപ്പെട്ടത്, സാധാരണ ജനതകൾക്ക് വേണ്ടിയാണ്, സാധാരണ വിശ്വാസികൾക്ക് വേണ്ടിയാണ്. ഈ വർഷത്തെ ലോഗോസ് ക്വിസിന്റെ ഒരു പ്രത്യേകത എന്താണെന്നോ? ഈ വർഷത്തെ ലോഗോസ് ക്വിസിന് പരിഷ്കരിച്ച POC ബൈബിളിന്റെ ഒരു ലാവണ്യം കൂടി ഉണ്ട് എന്നതാ. രണ്ടാമത്തേത്, അലൻസോ ഷക്കൽ എന്ന പണ്ഡിതൻ പറയുന്നത്, ബൈബിൾ പഠിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ, ബൈബിൾ ധ്യാനിക്കുമ്പോൾ, ബൈബിളിനെ കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ എല്ലാം ഈ ഒരു നിയമം നമ്മുടെ മുന്നിൽ മാനദണ്ഡമായിട്ട് നിൽക്കണം. അത് ഫോളോ യുവർ ഇൻറ്റ്യൂഷൻ, കൺഫസ് ദം ആസ് ഇറ്റ് ഈസ്. നിങ്ങളുടെ അന്തർജ്ഞാനത്തെ നിങ്ങൾ അനുഗമിക്കുക, അതെൻ്റെ അന്തർജ്ഞാനമാണെന്ന് പറയുക. ബൈബിൾ വ്യാഖ്യാനം നടത്തുമ്പോൾ എനിക്ക് മനസ്സിലായത് എന്നേക്കാൾ മുന്നേ മനസ്സിലായ വിശുദ്ധരുണ്ട്, അവരുമായിട്ടൊക്കെ ഒന്ന് താരതമ്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഫോളോ യുവർ ഇൻറ്റ്യൂഷൻ ആൻഡ് കൺഫസ് ദം ആസ് ഇറ്റ് ഈസ്. മൂന്നാമത്തെ കാര്യം അലൻസോ ഷക്കൽ പറയുന്നത്, ക്ലാരിറ്റി ഈസ് ചാരിറ്റി. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പ്രഘോഷിക്കുമ്പോഴോ, വിശുദ്ധ ഗ്രന്ഥത്തെ പഠിക്കുമ്പോഴോ, വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോഴോ അതിലൊരു വ്യക്തതയുണ്ടാകണം. ആ വ്യക്തതയാണ് നമ്മുടെ ചാരിറ്റി. വിശുദ്ധ ഗ്രന്ഥത്തിനെ ഇങ്ങനെ അസ്പഷ്ടമായ രീതിയിൽ, മറച്ചു വയ്ക്കുന്ന രീതിയിൽ, അതിനെ വ്യക്തമല്ലാത്ത രീതിയിൽ വായിക്കുകയോ പ്രഘോഷിക്കുകയോ ചെയ്യരുത്. അത് വീണ്ടും വീണ്ടും അതിനൊരു സുതാര്യമായ ഇടം ഒരുക്കി കൊടുക്കണം എന്നതാ. ഈ ലോഗോസ് ക്വിസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അതിൻ്റെ തനിമയെ മനസ്സിലാക്കുക, അതിൻ്റെ പൊരുളുകളുടെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ജീവിതത്തിലെ ഒരു കണ്ണാടിയായി അതിനെ പകർത്തുക എന്നതാണ്. അങ്ങനെ വചനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നവരാണ് ഇവർ. 4 പുസ്തകങ്ങൾ അവർ ആഴമായി പഠിച്ചു. അവരിതാ ഇപ്പോൾ ഈ സ്റ്റേജിലായിരിക്കുന്നു. മാർട്ടിനച്ച, നമുക്ക് എല്ലാ വർഷവും നമ്മുടെ ക്വിസ് മാസ്റ്ററിനെയും കണ്ടസ്റ്റൻസിനെയും സപ്പോർട്ട് ചെയ്യാൻ ഒരു ജൂറി പാനൽ എപ്പോഴും കൂടെ ഉണ്ടാകും. ഇത്തവണയും നമുക്ക് നമ്മുടെ ജൂറി പാനലുണ്ട്. ബൈബിൾ പണ്ഡിതരും മുൻ ലോഗോസ് പ്രതിഭകളും അടങ്ങുന്ന ജൂറി പാനലിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റെവറൻഡ് ഡോക്ടർ ജോൺസൺ പുതുശ്ശേരി, റെവറൻഡ് ഡോക്ടർ ജോഷി മയ്യാറ്റിൽ, റെവറൻഡ് ഡോക്ടർ മരിയ മൈക്കിൾ, ഫാദർ ഡേവിഡ് നെറ്റിക്കാടൻ, ടോണി, ഒപ്പം മുൻ ലോഗോസ് പ്രതിഭകളായ മേഴ്സി ടീച്ചർ, ബീന ജേക്കബ്, റോസ്മേരി ജിജി, ജെസി ജോസ്, നിമ ലിൻഡോ, അമല ഷിൻഡോ, ഒപ്പം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്രതിഭ ജിസ്മോൻ.
നമ്മുടെ ലോഗോസ് പ്രതിഭാ മത്സരത്തിന്റെ ഒന്നാമത്തെ റൗണ്ടിലേക്ക് നാം കടക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ റൗണ്ടാണ് ഹിഡ റൗണ്ട്. അച്ഛാ, എന്താണ് ഈ ഹിഡ റൗണ്ടിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു പേര് ഈ റൗണ്ടിന് നൽകാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഹിഡ റൗണ്ട്. ഹിഡ എന്നത് ഒരു ഹീബ്രു പദമാണ് കേട്ടോ. അത് റിഡിൽ അല്ലെങ്കിൽ കടങ്കഥകൾ എന്നൊരർത്ഥം വരുന്ന വാക്കാ ഹിഡ എന്നതാണ്. ഇവ ഉപമകളായും സുഭാഷിതങ്ങളായും ഒക്കെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പഠന ഭാഗത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വചനം, ആ ഭാഗങ്ങളിൽ സാംസൺ കടങ്കഥ പറയുന്നത് ഓർക്കുന്നില്ലേ? ഓർമ്മയുണ്ടോ? കടങ്കഥകൾ. ആ കടങ്കഥകൾ ഹീബ്രു ഭാഷയിൽ അറിയപ്പെടുന്നത് ഹിഡ എന്നതാണ്. അപ്പോൾ ഇന്ന് ഈ ചോദ്യം ഒരു കടങ്കഥ മോഡലായിരിക്കും. ഈ ഹിഡ റൗണ്ടിൻ്റെ പ്രത്യേകത ഒരു ശരിയോ തെറ്റോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഒരു വചനം ഇവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ വചനത്തിൻ്റെ ഒരു ആശയം ഇവിടെ ഉണ്ടാകും. ഒന്നെങ്കിൽ വചനമായിരിക്കും, അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൊരു ആശയമായിരിക്കും. ശ്രദ്ധിക്കണം, ആ വചനം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ആ ആശയം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക. ഓക്കെ, ഇനി റൗണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് അമീഷ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഒന്നാമത്തെ റൗണ്ട് ഹിഡ റൗണ്ട് ആണ്. നമ്മുടെ ഈ ഒരു റൗണ്ടിന്റെ നിയമാവലി ഇങ്ങനെയാണ്. ശരി തെറ്റ് കണ്ടുപിടിക്കുന്ന ഒരു റൗണ്ട് ആയിരിക്കും ഇത്. ക്ലോക്ക് വൈസ് ആയിരിക്കും നാം ചോദ്യം ചോദിക്കുന്നത്. ഈ ഒരു റൗണ്ടിൽ പാസിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ശരിയാണെങ്കിൽ ശരിയെന്ന് പറയണം, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. ഒപ്പം പുസ്തകവും അധ്യായവും പറയണം. ശരിയുത്തരത്തിന് 10 മാർക്കായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം വൈകാതെ തന്നെ അച്ഛാ ഒന്നാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ റൗണ്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് 1-ാം നമ്പറിൽ നിന്ന് തന്നെയാണ് അല്ലേ? 1-ാം നമ്പറിൽ നിന്നാണ് തുടങ്ങുന്നത്. 1-ാം നമ്പർ ജാൻവി ആൻഡ് ജോസി. ഓക്കെ, ചോദ്യം ഇതാണ്. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ശരിയോ തെറ്റോ? വചനഭാഗം ഏത്? പറഞ്ഞു കൂട്ടാ. തെറ്റാണെങ്കിൽ എന്താണ് ഇതിന് ശരിയായിട്ടുള്ള വചനവും ആ വചന ഭാഗവും മോള് പറയണം. തെറ്റ്. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. വഞ്ചിക്കരുത് വരുന്നില്ല, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, ഉത്തരം ശരി തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വചനം എന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. ഇനി മോള് പറഞ്ഞു തന്ന ആ വചനഭാഗവും കറക്റ്റാണ്. ഈ കാണുന്നത് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ എടുത്തത്. മാർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് കൊല്ലരുത് എന്ന് പറഞ്ഞു തുടങ്ങുകയും വഞ്ചിക്കരുത് എന്ന ഒരു വചനവും കൂടി അവിടെ ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ മോള് പറഞ്ഞത് ഉത്തരം ശരിയാണ്. അത് അവിടെ എഴുതിയിരിക്കുന്നത് തെറ്റാണ് എന്നതുമാണ്. വചനം ലൂക്ക 18:20. ഓക്കെ, എല്ലാവരും ജാൻവിക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ശരി ഉത്തരമാണ് ജാൻവി നൽകിയിരിക്കുന്നത്. ഈ ഒരു റൗണ്ടിൽ ജാൻവിക്ക് 10 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഷെർമി റെഡിയാണോ? ആദ്യമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാം. ഇത്തിരി ടെൻഷൻ ഉണ്ട് എന്ന് എന്നോട് നേരത്തെയും പറഞ്ഞായിരുന്നു. എനിവേ, കമോൺ, നമുക്കിതാ ചോദ്യം വരികയാണ്. ബെഞ്ചമിൻ്റെ നിലനിൽപ്പിന് യാബേഷ് ഗിലയാദിൽ നിന്നും 400 കന്യകമാരെ മാത്രം മതിയായിരുന്നു. ശരിയോ തെറ്റോ? തെറ്റാണെങ്കിൽ അത് എന്തുത്തരമാണ്? അതനുസരിച്ച് കാര്യം പറയുക. ഇതൊരു വചനമല്ല. 200 കന്യകമാരെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് 400 എന്നത് തെറ്റാണ്. 200. അപ്പൊ എത്ര പേരെ വേണമായിരുന്നു? 200 പേരെ വേണമായിരുന്നു. 200 പേരെ വേണം. അപ്പൊ ടോട്ടല്
600, അത് തന്നെ 600 പേരാണ് വേണ്ടത് എന്നതാണ്. ബെഞ്ചമിൻ്റെ നിലനിൽപ്പിന് യാബേഷ് ഗിലെയാദിൽ നിന്നും ഇനി അവർക്ക് നിന്ന് ഒരു 600 പേരെയാണ് വേണ്ടിയിരുന്നത്. പക്ഷെ അത് കിട്ടിയില്ല. അങ്ങനെയാണ് വേറെ 200 പേരെയും കൂടി തേടി പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറിച്ചിരിക്കുന്നത് തെറ്റാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷെർമി പറഞ്ഞത് ശരിയുത്തരമാണ്. ശരിക്കും പറഞ്ഞ വചനഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 14-ാമത്തെ വചനത്തിലും 20-ാം അധ്യായം 47-ാമത്തെ വചനത്തിലും നമുക്ക് കാണാൻ സാധിക്കും. 20-ാം അധ്യായം 47-ൽ പറയുന്നത് 600 പേർ മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവരെയാണ് പിന്നീട് വിവാഹം കഴിപ്പിക്കേണ്ടതല്ലോ. അങ്ങനെ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്ന് യാബേഷ് ഗിലെയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു. എന്നാൽ എല്ലാവർക്കും തികഞ്ഞില്ല. അപ്പോൾ ഉത്തരം പറഞ്ഞത് ശരിയാണ്. 10 മാർക്ക് നേടിയിരിക്കുന്നു. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക. അടുത്ത ചോദ്യം ഷിബു തോമസിനോടാണ്. റെഡിയാണല്ലോ? അത്യുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിന് ശാപമാണ് നിങ്ങളുടെ വിധി. ശരിയോ തെറ്റോ? തെറ്റാണ്. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം. 41-ാം അധ്യായം 8-ാം വാക്യം പ്രഭാഷകൻ. 41-ാം അധ്യായം. പിന്നെ അത് കഴിഞ്ഞിട്ട് ശാപത്തിലേക്കാണ് ജനിച്ചത് അടുത്ത വാക്യമാണ്. അപ്പൊ ആ വാക്യം കൂടി പറയണ്ടേ? നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. അത് ശരിയാണ്. 9-ാം വാക്യം. അതാണ് പറയേണ്ടത്. ശരിക്കും പറഞ്ഞ ഉത്തരം പറഞ്ഞത് ശരി തന്നെയാണ്. ഇവിടെ വിട്ടുപോയിട്ടുള്ളത് നിങ്ങൾക്ക് കഷ്ടം എന്ന് പറയുന്നത് അവിടെ ഇല്ല എന്നതാണ്. അപ്പോൾ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു. വചനം പറയാൻ ഇത്തിരി താമസിച്ചു എങ്കിലും ആദ്യ റൗണ്ട് ആയതുകൊണ്ടും ഇത്തിരി കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടും ടെൻഷൻ ഉള്ളത് കൊണ്ടും 10 മാർക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ ഉത്തരം പ്രഭാഷകൻ 41-ാം അധ്യായം 8-ഉം 9-ഉം വചനങ്ങളാണ്. പറഞ്ഞു കഴിഞ്ഞിരുന്നു. നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. 10 മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ഷിബു തോമസിന്. എല്ലാവരും നിറഞ്ഞൊരു കയ്യടി കൊടുക്കുന്നു. അടുത്ത ചോദ്യം ആനി ജോർജിനോടാണ്. ചോദ്യം ഇതാണ്: രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർത്ഥതയോടെ പെരുമാറുവിൻ. ശരിയോ തെറ്റോ? ശരി. ശരി. ശരിയാണോ? വചനഭാഗം ഒന്ന് പറയുമോ? എഫേസൂസ് 4:30. 4:30 എന്നാണ് പറയുന്നത്. ശരിയാണ് എന്നുമാണ് പറഞ്ഞത്. വചനഭാഗം പൂർണ്ണമായിട്ടില്ല. ഇതിൻ്റെ വചനഭാഗത്തിന് നടുക്ക് നിന്നും പോയിട്ടുണ്ട്. ആ വചനഭാഗം തെറ്റാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നടുവിൽ നിന്നും 30-ഉം 31 വചനം അവിടെ കാണാനില്ല. 30-ഉം 32-ഉമാണ് അവിടെ ഒന്നിച്ച് നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ വേറെ ഉണ്ട്, അതെനിക്കറിയാം. അതാ ആ വചനഭാഗം ഇല്ലായിരുന്നു എന്ന് പറയണത്. 30, 32 വചനമാണ് അവിടെ കിടക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള വചനഭാഗം ഏതാണെന്ന് എന്നെ പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 5 മാർക്ക് തരും. സകല വിദ്വേഷവും ശോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കും. അതെ, വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എഴുതിയിരുന്നത് തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് ശരിയായി. അതുകൊണ്ട് ഒരു എക്സെപ്ഷൻ നമുക്ക് ജൂറി എന്ത് പറയുന്നു, എങ്ങനെയാണ് ഇത് 10 മാർക്ക് കൊടുക്കണോ 5 മാർക്ക് കൊടുക്കണമോ എന്നതാണ്.
5 മാർക്ക് കൊടുക്കാം. മറ്റേ വചനം വിട്ടുപോയത് കൊണ്ട് തന്നെയാണ് 5 മാർക്ക് കൊടുക്കുന്നത്. ഓക്കെ, 10 മാർക്ക് ഈ ഒരു സമയം ഇങ്ങനെ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ 5 മാർക്ക് നമ്മൾ ഉറപ്പിക്കുകയാണ്. ആനി ജോർജ് ശരി ഉത്തരമാണ് പറഞ്ഞത് വന്നെങ്കിലും അതിലെ വിട്ടുപോയ ഒരു വചനം പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് 10 മാർക്ക് ലഭിക്കേണ്ടതിന് പകരം നമ്മൾ 5 മാർക്ക് നൽകുകയാണ്. എല്ലാവരും കൈകളടിച്ച് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ചോദ്യം നിഫി ജി പോളിനോടാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നതെന്നറിയാം. നിഫി, ചോദ്യം റെഡിയാണോ? റെഡിയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: മീക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹത്തെ ദാൻ ഗോത്രം ആരാധിച്ചു. തെറ്റ്. വചനഭാഗം പറയൂ. 18 ന്യായാധിപന്മാർ 18:31. ന്യായാധിപർ 18:31. ഈ ഉത്തരം പറഞ്ഞത് തെറ്റെന്നാണ് ഉത്തരം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉത്തരവും തെറ്റാണ്. കാരണം ഇത് ശരിയാണ്. ഇത് ശരിയാണ്. അവർ ആരാധിച്ചു. മീക്ക ഉണ്ടാക്കിയ വിഗ്രഹം അവർ ആരാധിച്ചു. അപ്പോൾ അതിനെ ആരാധിച്ചു ശരി എന്നാണ് പറയേണ്ടിരുന്നത്. ആരാധിച്ചില്ല എന്നാണ് ഈ നിഫി പറയുന്നത്. അതുകൊണ്ട് തന്നെ മാർക്ക് 0യാണ്. ഓക്കെ, വചനഭാഗം പറഞ്ഞു എങ്കിൽ തന്നെയും ഉത്തരം തെറ്റായത്, ആദ്യ ഉത്തരം തെറ്റായത് കൊണ്ട് തന്നെ മാർക്ക് 0ആണ്. അടുത്തത് ജോഹാൻ, റെഡിയാണോ മോനെ? റെഡിയാണ്. അപ്പോൾ ഒരു വചനഭാഗം തരാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, ഇതാണ്: ഇക്കാര്യങ്ങൾ അവർ ഗ്രഹിച്ചില്ല, അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നില്ല, അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല. ശരിയാണ്. ലൂക്ക 18:34. മോൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉത്തരം ആക്ച്വലി തെറ്റാണ്. ഉത്തരം തെറ്റാണ്. കാരണം വചനഭാഗം ഇങ്ങനെയാണ്: ഇക്കാര്യങ്ങളൊന്നും അവർ ഗ്രഹിച്ചില്ല, ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു. മറയ്ക്കപ്പെട്ടിരുന്നില്ല എന്നല്ല, മറക്കപ്പെട്ടിരുന്നു. അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല. അപ്പോൾ ഉത്തരം മോൻ പറഞ്ഞത് തെറ്റായതുകൊണ്ട് തന്നെ മാർക്ക് ഇല്ല. വചനഭാഗം പറഞ്ഞുവെങ്കിലും തെറ്റായതുകൊണ്ട് തന്നെ വചനഭാഗത്തിന് അധികം പ്രാധാന്യം വരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതിനാൽ ജോഹാന് 0 ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ റൗണ്ടിൽ. എനിവേ, ഇവരെല്ലാവരെയും, ജോഹാനും നല്ലൊരു കയ്യടി കൊടുക്കുക, എല്ലാവരെയും നല്ലൊരു കയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. അതിനു മുൻപായിട്ട് എത്രയാണ് മാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ സ്കോർ ബോർഡ് ഇങ്ങനെയാണ്: ജാൻവി ആൻഡ് ജോസി 10 മാർക്ക്, ഷെർമി കാർമു 10 മാർക്ക്, ഷിബു തോമസ് 10 മാർക്ക്, ആനി ജോർജ് 5 മാർക്ക്. ജിഫിക്കും ജൊഹാനും ഈ ഒരു റൗണ്ടിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഇനി വരുന്ന റൗണ്ടിൽ അവർ സ്കോർ ചെയ്യും എന്നൊത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ആരാണ് ബെഞ്ചമിൻ ഗോത്രത്തെ ഇസ്രായേൽ ശിക്ഷിക്കുന്ന സമയത്ത് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത്? ന്യായാധിപർ 21:19 പ്രഭാഷകൻ 50:26 പ്രതിപാദിക്കുന്ന സ്ഥലനാമം ഏത്?